അങ്ങനെ വെറുതെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ നേരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചിക്കൻ നൂഡിൽസ് അങ്ങ് ഓർഡർ ചെയ്ത്. ഇതാണ് ഞാൻ വെളിയിലിറങ്ങാത്ത. ഞാൻ എപ്പോൾ വെളിയിലിറങ്ങിയാലും ഭയങ്കര ചിലവാണ്, കാരണം കണ്ണി കാണുന്നതൊക്കെ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ അവിടെ സ്പൈസി സോസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു പിടി പിടിച്ച് ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ചൈനീസും വിയറ്റ്നാമീസൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ്, ഒരുപാട് ക്വാണ്ടിറ്റിയും തരും, നമ്മുടെ പൈസയ്ക്ക് വർത്താണ്. പക്ഷേ അതിനുശേഷം വീണ്ടും വിശന്നപ്പോഴത്തേക്ക് നമ്മൾ നേരെ KFC പോയി ഒരു 26 യൂറോയുടെ ഒരു ബക്കറ്റാണ് പിന്നെ ഓർഡർ ചെയ്തത്. ഏകദേശം 26 യൂറോ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ പൊതുവെ KFC ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കുക, കുറച്ച് സ്ഥലങ്ങൾ കാണുക, അല്ലാതെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബാങ്കിൻ്റെ ATM കാർഡ് വന്നിട്ടുണ്ട്. കുറേ നാളെടുത്തിട്ടാണ് ഈ സാധനം ഒന്ന് കൈ കിട്ടിയത്. അങ്ങനെ എന്തായാലും അതൊക്കെ നോക്കിയിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ പിന്നെ വിശന്നപ്പോഴത്തേക്ക് അതിൽ നിന്നൊരു മാഷ്ഡ് പൊട്ടറ്റോ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മാഷ്ഡ് പൊട്ടറ്റോ വിത്ത് എന്തോ ഒരു ടൈപ്പ് ഗ്രേവി ആയിരുന്നു, വലിയ രസമൊന്നും ഇല്ലായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ബക്കറ്റിൻ്റെ കൂടെ അത് ഓൾറെഡി വരുന്ന സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാങ്ങിയതാണ്. അല്ലെങ്കിൽ അതിനും ഞാൻ ചിക്കൻ വെക്കാൻ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.